ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയിപ്പോൾ രാവിലെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചട്ടി വെച്ചിട്ടുള്ളത്. ദോശ തലേ ദിവസം കൂട്ടി വെച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതുകൊണ്ട് ഇന്നും ആക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ചായക്കുള്ള വെള്ളം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ദോശ ചുട്ടി തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ പുതുതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ചാനലിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും മറന്നു പോകരുത്. പുതുതായിട്ട് വന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഇനിയിപ്പോൾ ദോശ ചുടലിൻ്റെ പരിപാടി അവിടെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ പെട്ടെന്ന് കിച്ചണിലെ പണികൾ തീർത്താൽ നമുക്ക് പെട്ടെന്ന് ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കേണ്ടവർക്ക് കേട്ടോ, വേറെ എന്തെങ്കിലും പണിയുള്ളവർക്ക് അത് ചെയ്യാം. നല്ല പോലെ ജലദോഷവും അതുപോലെ കഫക്കെട്ടും ഒക്കെ ഉള്ളത് കൊണ്ട് സംസാരത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. സംസാരിക്കാൻ നിങ്ങൾക്ക് കേൾക്കുമ്പോഴും ചിലപ്പോൾ വോയിസ് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ദോശ അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിലേക്കുള്ള കറി റെഡിയാക്കാൻ കേട്ടോ. ഞാൻ മാക്സിമം കറി ഉണ്ടാക്കുമ്പോൾ രാവിലേക്ക് ഉണ്ടാക്കുന്ന കറി ഉച്ചക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കറിയാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്ക്ക് ഉണ്ടാക്കുക. ഇപ്പോൾ കടലക്കറി ആണെങ്കിലും കിഴങ്ങ് കറി ആണെങ്കിലൊക്കെ ഇവിടെ ചോർക്ക് ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ സാമ്പാർ, പിന്നെ മുട്ടക്കറി, ചെറുപയർ കറി, ഇതൊക്കെ ഇവിടെ ചോറുക്കും ഇഷ്ടമാണ് കേട്ടോ. അല്ലാണ്ട് ചോറുക്കായിട്ടൊരു കറി എന്ന് പറയാൻ മാത്രം ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വെച്ചിട്ട് കാര്യമല്ല. കഴിക്കൂല കേട്ടോ, ആരും കഴിക്കൂല. എനിക്കും കറിനോട് വലിയ താല്പര്യമൊന്നുമില്ല ചോറിലോട്ട്, മക്കൾക്കും അതെ. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കറി എന്തായാലും മക്കൾക്കും വേണം, എനിക്കും വേണം. പരമാവധി അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ നമ്മൾ ചട്നി, ചമ്മന്തി അതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊന്നും ഇപ്പോൾ നമ്മൾ ചോറുക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ അതാണെന്നുണ്ടെങ്കിൽ അല്ലാത്ത കറികളാണെങ്കിലാണ് കേട്ടോ നമ്മൾ ചോറുക്കും കൂടി ഉള്ളത് ഇതാക്കുക. എന്താ പിന്നെ നമുക്ക് ഒരു ദിവസം ഒരു കറി ഉണ്ടാക്കിയാൽ മതിയല്ലോ, രാവിലേക്കും ഉച്ചക്കൽക്കും ഒക്കെ അത് തന്നെ ആയിക്കോളും. ഇനിയിപ്പോൾ എൻ്റെ കയ്യിലാകെ മത്തനും വെള്ളരിയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് വെച്ചിട്ട് ഇന്ന് സാമ്പാർ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വെള്ളരിക്ക് മത്തനും വെച്ചിട്ട് എന്ത് സാമ്പാറാണ്, മുരിങ്ങാക്കായോ വെണ്ടയ്ക്കയോ ഒന്നും ഇല്ലാണ്ട് സാമ്പാർ ആരെങ്കിലും വെക്കുമെന്ന്. അതൊക്കെ വെറുതെയാണ് കേട്ടോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ ഉള്ള ഇപ്പം നമ്മൾ ഉള്ളി സാമ്പാർ, വെണ്ടക്ക സാമ്പാർ, അങ്ങനെ എന്തൊക്കെ വിധം സാമ്പാറുകളുണ്ട് ഇപ്പോൾ. പണ്ടൊക്കെ അതൊന്നും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെറും സാമ്പാർ പറഞ്ഞാൽ മുരിങ്ങാക്കായും വെണ്ടയ്ക്ക എല്ലാ പച്ചക്കറികളും ഇട്ടിട്ടുള്ള സാമ്പാറായിരുന്നു ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം പലവിധം റെസിപ്പീസും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് സാമ്പാർ റെഡിയാക്കാൻ പറ്റും കേട്ടോ. ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട, അടിപൊളി ടേസ്റ്റിൽ തന്നെ നമുക്ക് റെഡിയാക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് രാവിലെ പെട്ടെന്ന് പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചട്ടി പണി കഴിയുമ്പോഴേക്കിന് അടുത്തത് റെഡിയാക്കി നിന്ന് കഴിഞ്ഞാൽ ആ ചട്ടി നമുക്ക് എന്ത് ചെയ്യുക, ഗ്യാസിലോട്ട് വെക്കാം കേട്ടോ. എന്നാൽ പിന്നെ ഒന്ന് കഴിഞ്ഞ് പിന്നെ അത് ഓഫാക്കി പിന്നെ അടുത്തതിരുന്ന് കട്ട് ചെയ്ത് അങ്ങനെ ഗ്യാപ്പിട്ടിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം കിച്ചണിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെ ദോശ ചുടുന്ന ഒരു ടൈമിൽ കറിക്ക് വേണ്ടത് റെഡിയാക്കുക, ഇപ്പുറത്ത് ചോറിനുള്ളത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഗ്യാപ്പിന് ഇതുപോലെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഫ്രീ ടൈമായിട്ട് റെസ്റ്റ് ചെയ്തെങ്ങാണ്ടിരിക്കുക കേട്ടോ. ഒരു ഗ്ലാസ് കട്ടനൊക്കെ കുടിച്ചെങ്ങാണ്ട് ഇനിയിപ്പോൾ ഞാൻ പോയിങ്ങാണ്ട് 2 കറുകത്ത് ഇട്ട് കൊത്തിച്ചടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉപ്പേരി എന്ന് പറയുന്നത് കറുകത്ത് ഉപ്പേരിയും സാമ്പാറും. പിന്നെ ഇനി മീൻ ഞാൻ മാക്സിമം തലേ ദിവസം വാങ്ങി വെക്കാറുണ്ട് ഫ്രിഡ്ജിൽ കേട്ടോ. പക്ഷേ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇന്ന് വരുമ്പോൾ വാങ്ങിക്കണം. തലേ ദിവസം വാങ്ങിയുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ആ മീനിൻ്റെ പരിപാടിയും കൂടിയും കഴിയും. എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് മക്കളൊക്കെ സ്കൂളുള്ള ദിവസമാണെങ്കിലും കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പണികളും പെട്ടെന്ന് തീർക്കാൻ പറ്റും കേട്ടോ. നമ്മളെ എന്താ പറയുക, കുക്കിങ് മക്കൾക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ വെറൊരു ചോറും എന്തെങ്കിലും ഒരു കൂട്ടാനും റെഡിയാക്കുന്നതിന് പകരം തന്നെ മക്കൾ പോകുന്നതിന് മുമ്പേ നമുക്ക് ചോറും കറിയും ഉപ്പേരിയും മീൻ തലേ ദിവസം വാങ്ങുകയാണെങ്കിൽ ആ മീനും നമുക്ക് മസാല തേച്ച് പൊരിച്ച് വെക്കാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ കറിവേപ്പില പൊട്ടിക്കാൻ പോയതാണ് കേട്ടോ. ആ ഒരു ഗ്യാപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മുടെ സാമ്പാർ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഈ സാമ്പാർ വെന്തപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു,
പപ്പായ കട്ടാക്കി വെച്ചു. അതുകൊണ്ട് തന്നെ ഈ സാമ്പാർ വേവിച്ചിട്ട് അത് വറവിട്ട് അത് വേറെ ചെറിയൊരു ബൗളിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ആ ഒരു കുക്കറിൽ തന്നെ നമുക്ക് നമ്മുടെ പപ്പായ ഉണ്ടല്ലോ കറുകത്ത് അത് വേവിച്ചെടുക്കാം. ഈ പാത്രം കഴുകാൻ മടിയുള്ളവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒട്ടുമിക്ക ആളുകൾക്കും പാത്രം കഴുകുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള കാര്യമായിരിക്കും അല്ലേ. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഉപയോഗിച്ച പാത്രം തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. ഒന്നിൽ ഓരോന്ന് വെച്ച് പിന്നെ ഒന്ന് വേറൊന്നെടുത്ത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടാവും. ഇനിയിപ്പോൾ അതാ ഇത് ചെറിയൊരു ബൗളിലോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. സാമ്പാർ വറവിട്ടതിന് ശേഷം ഞാനിപ്പോൾ എന്നതാ ഈ ഒരു കുക്കറും ആ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ആ ഒരു കുക്കർ കഴുകിയെടുത്ത് അതിലേക്ക് പപ്പായ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ജനലിൻ്റെ അവിടെ ഭയങ്കരമായിട്ട് വെയിൽ കണ്ണിൽ കുത്തുകയാണ് കേട്ടോ. അത്രയ്ക്ക് വെയിൽ, ഉദിച്ച് വരുന്ന വെയിൽ അങ്ങനെ ജനലിൻ്റെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കവിടെ നിൽക്കാനേ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു തുണി വിരിച്ചിരിക്കുകയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി അവിടെ ഒരു കർട്ടൻ ഇടേണ്ടി വരും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോയിലും ഭയങ്കര ലൈറ്റാണ് കേട്ടോ. അപ്പോൾ ഇനി പപ്പായ വേവിക്കാൻ വെച്ചാൽ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യുക, ഫുഡ് കഴിക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എന്നാൽ അത് ഒരുപാട് ടൈം അങ്ങനെ നീട്ടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും ഇതായിട്ട് നമ്മൾ 8 മണിയാകുമ്പോഴേക്കും കഴിക്കണം എന്നല്ലേ പറയാറ്. പക്ഷേ നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിട്ട് അതെന്തായാലും നടക്കാറുണ്ടാവില്ല. പക്ഷേ നിങ്ങളിങ്ങനെ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നിങ്ങളുടെ കിച്ചണിലത്തെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ടൈം കിട്ടും കേട്ടോ. 8 മണിയാകുമ്പോഴേക്കും ഫുഡ് കഴിക്കാനും ഒക്കേനും പറ്റും. അപ്പോൾ അതിനിടയിൽ ഇതാ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് വെള്ളം ഉള്ളത് ഞാനൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് ഇതാ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ തൂമിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ പപ്പായയും കൂടെ ഇട്ടുങ്ങാണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പപ്പായ ഉപ്പേരിയും ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ. ഇപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ചോറ് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മക്കൾ പോകുന്നതിന് മുമ്പ് തന്നെ അവരുടെ ലഞ്ചിനോടൊപ്പം നമ്മുടെ ലഞ്ചും കൂടെ റെഡിയായി കിട്ടും. പിന്നെ അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിച്ച് വാരുക, തുടക്കുക, അലക്കാനുള്ളത് മെഷീനിലിടുന്നവരാണെങ്കിൽ മെഷീനിൽ ഇടുക, അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അടിച്ച് വാരി തുടക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തിരുമ്പി കുളിച്ച് കയറാം. ഒരു 10-11 മണിയാകുമ്പോഴേക്കും എന്തായാലും ഒക്കെ കഴിഞ്ഞങ്ങാണ്ട് കയറാൻ പറ്റും കേട്ടോ. അതിനൊക്കെ ആദ്യം വേണ്ടത് നമ്മൾ നേരത്തെ എണീക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ വെച്ചതൊക്കെ ആ ഒരു ചട്ടി കൂടി തന്നെ വെച്ചുകൊണ്ടിരിക്കാണ്ട് അത് ചെറിയ ചെറിയ പാത്രങ്ങളിലോട്ടാക്കിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് പാത്രം കഴുകിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു കുക്കർ, അതുപോലെ ആ ഒരു കൊട്ട, അത് പിന്നെ ഈ ഒരു ചീനച്ചട്ടി, നമുക്ക് കുറച്ച് പാത്രങ്ങളെ കഴുകാനുള്ളൂ. നിങ്ങൾ കറി ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ഒക്കെ ശ്രദ്ധിച്ചിങ്ങാണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നിന്നുങ്ങാണ്ട് നമ്മൾ പറയല്ലോ ഏത് നേരമോ ഈ വടിക്കണിയിലിക്കാൻ തന്നെ നമുക്ക് ഒഴിവുള്ളൂ എന്നറിയില്ലേ, അത് പറയേണ്ട ആവശ്യം വരില്ല കേട്ടോ. രാവിലെ തന്നെ കണ്ടില്ലേ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി മീൻ വരികയാണെന്നുണ്ടെങ്കിൽ മീൻ മാക്സിമം ഞാൻ തലേ ദിവസം വാങ്ങി വെക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്നലെ വാങ്ങിക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ അതാ വെച്ച സാധനങ്ങളൊക്കെ ഞാനൊരു കോർണറിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ അത് പെട്ടെന്ന് നോക്കുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഇരിക്കുന്നത് അങ്ങനെ കണ്ട് കിച്ചൺ ഭയങ്കര മെസ്സായിട്ട് തോന്നില്ല. ഇനിയിപ്പോൾ അതാ കിച്ചണിലത്തെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് സോപ്പ് ഇട്ടിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ല പോലെ തുടച്ചെടുക്കുകയാണ് കേട്ടോ. എന്നാൽ നമ്മുടെ ഗ്യാസും കാര്യങ്ങളൊക്കെ എപ്പോഴും നല്ല വൃത്തിയിൽ നീറ്റായിട്ടിരിക്കും കേട്ടോ. നമ്മുടെ കിച്ചൺ നീറ്റായാൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നും കേട്ടോ. എനിക്കങ്ങനെ കിച്ചണ് ആകെ മെസ്സായിട്ട് തീരെ വൃത്തി ഇതൊന്നും ഇല്ലാണ്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെപ്പാടെ തലവേദന വരിക കേട്ടോ. കുക്ക് ചെയ്യാനോ നല്ല തോന്നുക, ഒക്കെപ്പാടെ അവിടെ ഇട്ടുങ്ങാണ്ട് ഏതിനേലും പോകാനൊക്കെ തോന്നും. ചിലപ്പോൾ ആകെ വൃത്തികേടായിട്ട് പാത്രം കഴുകാനും ആകെ കൂടെ പരന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ. നേരെ മറിച്ച് നമ്മുടെ ആ കുക്കിങ് കഴിയുന്നതോടുകൂടെ തന്നെ അതങ്ങ് ക്ലീനാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത്ര ടെൻഷൻ തോന്നില്ല കേട്ടോ. നമുക്ക് കിടപ്പുള്ളത് കാരണം എനിക്ക് സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട് കേട്ടോ. അതാണ് ഗ്യാപ്പ് ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ഏകദേശം പണികളെല്ലാതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊന്ന് അടിച്ചു വാരിയ തുടക്കുക, ഇത്രയും പണികളെ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ അലക്കാനുള്ളതൊന്ന് മെഷീനിൽ കൊണ്ടുപോയി ഇടണം. അപ്പോൾ നമുക്ക് എപ്പോഴും പണികൾ ഒരുങ്ങുന്നില്ല അങ്ങനെ പറയുന്നവർക്കൊക്കെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൊണ്ടു കേട്ടോ. എന്നാൽ നിങ്ങൾക്കും പണികൾ പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു വർക്കിംഗ് വുമൺ ആണ് എന്നുണ്ടെങ്കിൽ, ജോലിക്ക് പോകുന്നവരാണ് എന്നുള്ളവർക്ക് തലേ ദിവസം കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തലേ ദിവസം ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ
അലക്കാനുള്ളത് മെഷീനിൽ എണീച്ച് വന്ന പാടെ തന്നെ മെഷീനിൽ ഇട്ട് വെക്കുക. എന്നാൽ പിന്നെ കിച്ചണത്തെ ഡ്യൂട്ടിയൊക്കെ കഴിയുമ്പോഴേക്കും അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ അതാ നമ്മുടെ കിച്ചണൊക്കെ നല്ല അടിപൊളിയായിട്ട് ഗ്യാസൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ വെട്ടിത്തിളങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണത്തെ എല്ലാ പണിയും കഴിഞ്ഞ് മൊത്തത്തിൽ നീറ്റായി കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അടിച്ചു വാരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി തുടക്കാനും കൂടി ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ആക്കാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്